പള്ളിയെ ക്ഷേത്രമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വേദനിപ്പിക്കുന്നതും അരുതാത്തതുമായ സംഭവങ്ങൾ ജനമനസ്സുകളിൽ നിന്ന് മായുന്നതല്ല. പ്രധാന ഹാളിലെ താഴികക്കുടത്തിന് കീഴിൽ രാമവിഗ്രഹങ്ങൾ സ്ഥാപിച്ച് കാലങ്ങളായി അവിടെ തുടർന്നിരുന്ന നിസ്കാരം ഇല്ലാതാക്കി. 1949 ഡിസംബർ 22 രാത്രിയിലായിരുന്നു അത്. മുസ്ലിങ്ങൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് അന്ന് പൂർണ്ണമായും വിലക്കി. ഹിന്ദുക്കൾക്ക് പരിമിതമായ പ്രവേശനം അനുവദിച്ചിരുന്നു. ഒരുങ്ങിക്കിട്ടിയ ആ സന്ദർഭത്തിലാണ് രാമവിഗ്രഹങ്ങൾ കടത്തിയത്. പള്ളിയുടെ ഉടമസ്ഥാവകാശം പിന്നീട് ഒരിക്കലും അതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് കോടതികൾ പുനഃസ്ഥാപിച്ച് നൽകിയില്ല. 1986 ഫെബ്രുവരി 1 വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുറന്നുകൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. മുസ്ലിങ്ങൾ എല്ലായ്പ്പോഴും നിയമ നടപടികളിൽ കക്ഷികളായിരുന്നു. എന്നാൽ അവരെ അപേക്ഷയിൽ കക്ഷികളാക്കിയുമില്ല. വാദം കേൾക്കണമെന്ന അവരുടെ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. മൂന്നാം ഘട്ടത്തിൽ 1989 നവംബർ 9 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഔദ്യോഗിക അനുമതിയോടെ VHP പള്ളിക്ക് സമീപം ശിലാന്യാസം നടത്തി. 1989 സെപ്റ്റംബർ 27 ലക്നൌവിൽ ഉത്തർപ്രദേശ് സർക്കാരും VHP നേതാക്കളും തമ്മിൽ രേഖാമൂലമുള്ള കരാർ ഒപ്പിട്ടു. 1989 നവംബർ 9 രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും നിന്ന് ക്ഷേത്ര നിർമ്മാണത്തിനായി ഇഷ്ടികകൾ അയോധ്യയിലേക്ക് കൊണ്ടുവന്നു. പള്ളിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള കേസ് അന്നും കോടതിയുടെ പരിഗണനയിലായിരുന്നു. ഈ നീക്കം നിരോധിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. പുതിയ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ പള്ളിയിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു. എങ്കിലും ബാബറി മസ്ജിദ് പൊളിക്കാൻ ശ്രമിക്കില്ലെന്ന ഒരു ഉറപ്പുമാരും പറഞ്ഞതുമില്ല. CPI നേതാവ് സത്യപാൽ ഡാംഗ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം 1992 ഡിസംബർ 6 VHPയുടെ നിർമ്മാണ പദ്ധതികൾ അതിന്റെ സെക്രട്ടറി ജനറൽ അശോക് സിംഗാൾ പരസ്യമാക്കി. നിർദ്ദിഷ്ട ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഇപ്പോൾ ഉള്ളതുതന്നെ. വിഗ്രഹത്തിന്റെ പൂജ അവിടെ മാത്രമേ നടത്താനാവൂ. ഇതാണ് സിംഗാൾ പറഞ്ഞത്. നീതിപീഠം ഒന്നും ശ്രദ്ധിച്ചതില്ല. 1989 ശിലാന്യാസം തടയുന്നതിലും തയ്യാറായിരുന്നില്ല. 1989 ഒക്ടോബർ 27 ഇക്കാര്യങ്ങളിൽ ഇടപെടാനാകില്ലെന്ന നിലപാട് സുപ്രീം കോടതി പ്രകടിപ്പിച്ചു. ശിലാന്യാസത്തിന് 2 ദിവസം മുൻപ് ഓഗസ്റ്റ് 14 1989 നവംബർ 7 നടന്ന ശിലാപൂജയുടെ പ്രത്യേക സാഹചര്യത്തിൽ തൽസ്ഥിതി നിലനിർത്താൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ആഭ്യന്തരമന്ത്രി ഫൂട്ടാ സിംഗ് നവംബർ 8 VHP നേതാക്കളെ കണ്ട് തറക്കല്ലിടേണ്ട സ്ഥലം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ശിലാന്യാസത്തിനുള്ള സ്ഥലം കോടതിയിൽ നൽകിയ പ്ലാനിന് പുറത്താണെന്ന് അഡ്വക്കേറ്റ് ജനറൽ ശാന്തി സ്വരൂപ് ഭട്നാഗർ കോടതിയെ അറിയിച്ചു. പ്രത്യേക സ്ഥലത്ത് ശിലാന്യാസം നടത്തുന്നത് ഹൈക്കോടതിക്ക് നിരോധിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. പള്ളിയുടെ നാശത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കോടതി തള്ളിക്കളഞ്ഞു. കരാറിൽ ഒപ്പുവെച്ച കക്ഷികളിൽ ഒരാൾ പള്ളി നശിപ്പിക്കാനുള്ള പ്രതിബദ്ധത പരസ്യമായി ചർച്ച ചെയ്തതായി ഹൈക്കോടതിക്ക് ബോധ്യമായിരുന്നു. പള്ളി പൊളിക്കുമെന്ന ഭയത്തെയും കോടതി തള്ളിക്കളഞ്ഞു. ശിലാന്യാസത്തിന് തൊട്ടടുത്ത ദിവസം ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഒരു ജനതയുടെ വേദന ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞു: ജുഡീഷ്യറിയെ നടന്ന കർമ്മങ്ങളിലെ വില്ലനായി കാലം അടയാളപ്പെടുത്തും. ജുഡീഷ്യറിയുടെ കീഴടങ്ങലിന്റെ വ്യാപ്തി ആലങ്കാരികമായി വിലയിരുത്താനാവില്ല. 1992 ഡിസംബർ 6 പള്ളി തച്ചുടയ്ക്കും വരെയും തുടർന്നും ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പിന്തുണയും ജുഡീഷ്യൽ നിസ്സംഗതയും പ്രകടമായിരുന്നു. ചീഫ് ജസ്റ്റിസ് വെങ്കടാചലയ്യ ഇത്തരം നീക്കത്തെ സജീവമായി പിന്തുണച്ചു. അറ്റോർണി ജനറൽ മിലോൺ ബാനർജിക്ക് സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ പ്രവർത്തികളെക്കുറിച്ചും അനന്തര ഫലങ്ങളെക്കുറിച്ചും അറിയാമായിരുന്നു. അദ്ദേഹം ആവർത്തിച്ചു മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. 1949 ഡിസംബർ 22 മുതൽ 1986 ഫെബ്രുവരി 1 വരെയുള്ള 36 വർഷം അയോധ്യയിലെ വർഗീയ നാടകം പല രീതിയിൽ തുടർന്നു. 1992 ഡിസംബർ 6 പള്ളി തകർത്തു. 1989 നവംബർ 9 പള്ളിക്ക് സമീപം നടന്ന ശിലാന്യാസം മതഭ്രാന്തിന്റെ മറ്റൊരു ഘട്ടത്തിന് തുടക്കമിട്ടു. സമൂഹത്തെ പല തട്ടുകളാക്കി തമ്മിലടിക്കുന്ന സമൂഹമാക്കി മാറ്റാനുള്ള വ്യക്തമായ ശ്രമമായിരുന്നു അത്. ഒക്ടോബറിൽ നടന്ന സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധിയിൽ 1994 ഡിസംബർ 24 രാഷ്ട്രപതി കോടതിയെ ഉപദേശക അഭിപ്രായത്തിനായി റഫർ ചെയ്തതിനെ തുടർന്ന് പൊളിച്ചുമാറ്റലുകളുടെ പശ്ചാത്തലത്തിൽ നടപ്പിലാക്കിയ നിയമത്തിലെ സെക്ഷൻ 7 ആയിരുന്നു കേന്ദ്രീകരിക്കപ്പെട്ടത്. 1993 അയോധ്യയിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടതായിരുന്നു നിയമം. തർക്കസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന വിഗ്രഹങ്ങൾ പൊളിച്ചുമാറ്റലിനു ശേഷം അവ അവിടെ തന്നെ നിലനിർത്തണമെന്നും പൂജ പഴയതുപോലെ തുടരണമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ശിലാന്യാസം നടന്ന 1989 മുതൽ മസ്ജിദ് തകർത്ത 1992 വരെയുള്ള രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെ വേലിയേറ്റമുണ്ടായ കാലയളവിൽ നാടിനെ കീറിമുറിക്കുന്ന ഇത്തരം ചെയ്തികൾക്ക് തടയിടാൻ ഭരണകൂടങ്ങൾ തയ്യാറായില്ല. അതിനവർ വില നൽകേണ്ടി വന്നു. തച്ചുടച്ച മസ്ജിദ് രാജ്യത്തുടനീളം വേദനയായി. വർഗീയത ഇന്ത്യയെ ഹിന്ദുത്വത്തിന്റെ കുതന്ത്രങ്ങളുടെ ഇരയാക്കാൻ കളമൊരുക്കി. മതേതര ജനാധിപത്യത്തിന് വിരുദ്ധമായി ഒരു ഭൂരിപക്ഷ സ്വത്വം അടിച്ചേൽപ്പിക്കാനുള്ള ഹിന്ദു വർഗീയവാദികളുടെ ശ്രമം രാജ്യത്തെ എങ്ങനെ ദുർബലമാക്കും
നടപ്പാക്കുമെന്ന് ക്രമേണ വ്യക്തമാക്കുകയും ചെയ്യുന്നു.